ഒന്നായ നിന്നെ ഇഹ. 100 കണക്കിന് ഏക്കർ കായൽ നിലം മണ്ണിട്ട് നികത്താനുള്ള നീക്കം ഹൈക്കോടതി തടഞ്ഞു. ടൂറിസം പദ്ധതിയുടെ മറവിൽ 400-ലധികം ഏക്കർ പാടഭൂമിയും കായൽ നിലവും മണ്ണിട്ട് നികത്താനുള്ള സർക്കാർ അനുമതിയാണ് ഹൈക്കോടതി തടഞ്ഞത്. നന്നായി. പരിസ്ഥിതി നശിപ്പിക്കാൻ ഇറങ്ങുന്നവരെ തടയാൻ കോടതിക്കെങ്കിലും തോന്നിയല്ലോ. ഭാഗ്യം. എന്താ മോനട്ടാ? കായൽ നികത്തി റിസോർട്ട് പണിയാനുള്ള പരിപാടികൾ പൊളിഞ്ഞു. ഹൈക്കോടതി ആ പരിപാടികളൊക്കെ സ്റ്റേ ചെയ്തു. അപ്പൊ കോടതിയെ കൊണ്ട് ചെറിയ ചെറിയ ഉപകാരങ്ങളൊക്കെ ഉണ്ടെന്ന് മോഹനേട്ട സമ്മതിച്ച്. ഇത്രയും കാലം ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. കോടതിയും വക്കീലന്മാരും കള്ളന്മാർക്ക് വേണ്ടിയുള്ളതാണ്, കൊലപാതകളെയും പിടിച്ചുപറിക്കാരെയും രക്ഷിക്കലാണ് ഞങ്ങളുടെ ജോലി എന്നൊക്കെ ആയിരുന്നല്ലോ. ആ കോടതിയെ കൊണ്ട് ഇങ്ങനെയും ചില ഉപകാരങ്ങളൊക്കെ ഉണ്ടെന്ന് ഇപ്പൊ സമ്മതിച്ചോ? എന്ത് പറ്റി? മുണ്ടാട്ട് മുട്ടിപ്പോയോ? വമ്പിച്ച വിലക്കുറവുമായി ഗായത്രി സിൽക്സ്. മോഹനട്ടാ, ഓ ഈ പരസ്യം കണ്ടപ്പോഴാ ഓർത്തത്. ഞാൻ ഇന്നലെ ഗായത്രി ടെക്സ്റ്റൈൽസിൽ പോയിരുന്നു. വിദ്യയുടെ കൂടെ പോയതാ. അവിടെ ഭയങ്കര വിലക്കുറവിൽ സാരി കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് അവൾ എന്നെ നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോയതാ. ചെന്നപ്പോഴെന്താ സംഗതിയല്ല സത്യവാ. 1000 രൂപയുടെ സാരി 400-500 രൂപയ്ക്ക് അവർ വിൽക്കുന്നേ. തെറ്റ്. 400 രൂപയുടെ സാരി അവർ മെനിഞ്ഞാന്ന് വരെ 1000 രൂപയ്ക്ക് വിറ്റു. ഇന്നലെ അവർ 400 രൂപയ്ക്ക് വിറ്റു. അല്ലാതെ ലോകത്ത് ഒരു കച്ചവടക്കാരനും ഇത്രയും വില കുറച്ച് ഒരു സാധനവും വിൽക്കില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ. പക്ഷെ അത്രയും ചെറിയ വിലയിൽ അത്രയും നല്ലൊരു സാരി വേറെ എവിടെയും കിട്ടില്ല. വിദ്യ 5 സാരിയാ വാങ്ങിയത്. ഞാനൊന്നും വാങ്ങുന്നില്ല, വെറുതെ ഒന്ന് കൂടെ വരാന്ന് പറഞ്ഞിട്ടാണ് അവിടെ വരെ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോ അവൾ എന്നെ ഒരുപാട് നിർബന്ധിച്ചു. പിന്നെ എന്തായാലും അവിടെ വരെ പോയതല്ലേ എന്ന് കരുതി എന്തേലും വാങ്ങാലോ എന്ന് ഞാനും കരുതി. ഒടുവിൽ കയ്യിലിരുന്ന രൂപ 1500 പോയി കിട്ടി. ഓഹോ, എന്നോടൊരു അക്ഷരം പോലും പറയാതെ തോന്നും പോലെ സാരി വാങ്ങി തുടങ്ങിയോ? ഇതങ്ങനെ വിട്ട പറ്റില്ലല്ലോ. എന്താണ് ഉദ്ദേശം? സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നു. അതല്ല ചോദിച്ചത്. കയ്യിലുള്ള കാശ് മുഴുവൻ ഇങ്ങനെ ധൂർത്തടിച്ച് നശിപ്പിക്കാനുള്ള ഭാവം. ഒരു സാമ്പാർ ഉണ്ടാക്കുന്ന ഇങ്ങനെയാണ് മോഹനട്ട വലിയ ധൂർത്താവുന്നത്. സാമ്പാറിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, സാരിയുടെ കാര്യമാണ്. ആരോട് ചോദിച്ചിട്ടാ നീ ഇന്നലെ സാരി വാങ്ങിയത്? ഇതാണ് ഇത്ര വലിയ പ്രശ്നം. മോഹനട്ട ദേഷ്യം കണ്ടപ്പോ ഞാൻ അങ്ങ് പേടിച്ചു പോയല്ലോ. എങ്ങനെ ദേഷ്യപ്പെടായിരിക്കും? നീ കോടതിയിൽ വെള്ള സാരി ഉടുത്തുകൊണ്ടാണ് പോകാറുള്ളത്. ആഴ്ചയിൽ ഒരു ദിവസം മറ്റോ ആണ് വേറെ സാരി ഉടുത്തുകൊണ്ട് പോകാറുള്ളത്. അങ്ങനെയുള്ള നീ ആഴ്ചയിൽ ഇങ്ങനെ സാരി വാങ്ങി തുടങ്ങിയത് എന്താ ചെയ്യാ? ആഴ്ചയില് ഞാനൊരു സാരി വാങ്ങിട്ട് 6 മാസമെങ്കിലായി. 6 മാസം മുമ്പ് നീ വാങ്ങിയ ആ സാരി നീ എത്ര ദിവസം കൊടുത്തു? 1-2 പ്രാവശ്യം. എന്നിട്ട് ഇപ്പോ ഓടിപ്പോയി വേറെ സാരി വാങ്ങിയിരിക്കുന്നു. എന്റെ അറിവിൽ നിനക്കൊരു 100 സാരികളുണ്ട്. ഇത്രയും സാരിയുള്ള നീ എന്തിനാണ് ഇന്നലെ ഗായത്രി ടെക്സ്റ്റൈൽസിൽ പോയി വീണ്ടും സാരി വാങ്ങിയത്? അതും എന്നോടൊരു അക്ഷരം പോലും ഉണ്ടാതെ. ഞാൻ ഗായത്രി ടെക്സ്റ്റൈൽസിൽ പോണോന്ന് ആലോചിച്ചല്ല ഇവിടുന്ന് ഇറങ്ങിയത്. വിധി നിർബന്ധിച്ചപ്പോ ഒന്ന് കൂടെ പോയി. അപ്പൊ പിന്നെ എന്തായിരുന്നു വേണ്ടത്? മോഹനേട്ടൻ വില്ലേജ് ഓഫീസ് വന്ന് കണ്ട് ഞാൻ അനുവാദം ചോദിക്കണമായിരുന്നോ? വില്ലേജ് ഓഫീസിൽ ഫോണുണ്ട്, അതിലേക്ക് വിളിക്കാമായിരുന്നല്ലോ. അയ്യോ, അത് സർക്കാർ ഫോണല്ലേ മോനേട്ടാ? വില്ലേജ് ഓഫീസറും ഓഫീസറുടെ ഭാര്യയും തമ്മിലുള്ള വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കാനായി വില്ലേജ് ഓഫീസറുടെ ഫോൺ ഉപയോഗിക്കുന്നത് ശരിയാണോ? ഭർത്താവിനോട് ചോദിക്കാതെ കാശ് ധൂർത്തടിച്ച് ശരിയാണോ? ഇതിലെന്താണ് മോനേട്ട ഇത്ര വലിയ ധൂർത്ത്? നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ കൂടി വേണ്ടിയല്ലേ നമ്മൾ ഇങ്ങനെ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത്. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങാൻ 100 സാരി ഉള്ള നീ 101ാമതൊരു സാരി വാങ്ങുന്നത് എങ്ങനെ ആവശ്യമാകും? അത് ആഡംബരമാണ്. വെറുതെ വഴക്കുണ്ടാക്കാൻ നിൽക്കാതെ മോഹനേട്ടൻ അപ്പുറത്തെങ്ങാൻ പോയിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിക്കാനുണ്ടാക്കാം. ഇല്ലെങ്കിൽ ഓഫീസിൽ പോകുന്ന വഴിയേ കൃഷ്ണൻകുട്ടിയുടെ ചായക്കട കയറി വല്ലതും കഴിക്കേണ്ടി വരും. അത് ഭയങ്കര ദൂർത്താണ്. ഞാൻ ഫോണെങ്കിലും ഒന്നിട്ട് ഞാൻ എന്റെ പണിയൊന്ന് തീർത്തോട്ടെ പ്ലീസ്.
കെ മോഹനകൃഷ്ണനാണ്. വിജയനോ? ഏത് വിജയൻ? ആ, മനസ്സിലായി. ഭാമേ, ആ വരുത്ത മോനട്ടാ. എന്താണ് വിജയ കാര്യം? എന്ന്? ഓഹോ, എത്ര രൂപയായി? 650 രൂപയോ? ഒരു പുതിയ സ്കൂട്ടർ വാങ്ങാൻ അത്ര പൈസ ആവില്ലല്ലോ. വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കാശ് വാങ്ങാനാണ് പരിപാടിയെങ്കിൽ അത് നടക്കില്ല. ഞാൻ വേറെ ഏതെങ്കിലും നല്ല വർക്ക്ഷോപ്പ് അന്വേഷിക്കും. അപ്പോ വിജയൻ പറ്റിച്ചതാണെന്ന് മനസ്സിലായാൽ പിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ പറയാൻ പറ്റില്ല. ആരാ പറഞ്ഞിട്ട്? വർക്ക്ഷോപ്പിന്റെ വിജയന. ആ, നിന്റെ സ്കൂട്ടർ നോക്കിയതിന് 650 രൂപ കൊടുക്കാനുണ്ടെന്ന്. ഒരു പുതിയ സ്കൂട്ടർ എത്ര രൂപയാകും? ഫോൺ ഇങ്ങ് തരുന്നുണ്ടോ? ഹലോ, ആ വിജയ. ആ, ഞാൻ കോടതി പോകുന്ന വഴി അങ്ങോട്ട് വരാം. ഞാൻ പറഞ്ഞ ജോലിയൊക്കെ തീർത്തിട്ടുണ്ടല്ലോ അല്ലേ? ഇനി അത് ഓടിച്ചു നോക്കും, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവരുത്. 650 രൂപയല്ലല്ലോ പ്രശ്നം. 650 രൂപ ഒരു വലിയ പ്രശ്നമാണ്. ഹലോ, പൈസയൊക്കെ ഞാൻ തരാം. വണ്ടി നന്നായിരുന്നാ മതി. ശരി, ഞാനൊരു 10 മണി കഴിയുമ്പോഴേക്ക് എത്താം. ആ, ഇങ്ങനെ പോയാൽ ഈ വീട് മുടിയാൻ അധിക നാളെടുക്കില്ല. ഒരു സ്കൂട്ടർ നന്നാക്കാൻ 650 രൂപ. വിജയൻ നിന്നെ പറ്റിക്കുകയാണ്. അല്ല, എങ്ങനെ പറ്റിക്കായിരിക്കും? നിനക്ക് സ്കൂട്ടറിനെ പറ്റി ഒരു ചുക്കും അറിയില്ല എന്നും എത്ര കാശ് ചോദിച്ചാലും ഒരു മടിയും കൂടാതെ നീ അതെടുത്ത് കൊടുക്കുമെന്നും വിജയൻ അറിയാമല്ലോ. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ആ സ്കൂട്ടർ ഒന്ന് വർക്ക്ഷോപ്പിൽ കയറ്റുന്നത്. ഒരു സ്കൂട്ടറിന് വേണ്ടി ഒരു വർഷം 650 രൂപ ചെലവാക്കുന്ന അത്ര വലിയ കൂടുതലൊന്നും അല്ല. 650 രൂപ അല്ലല്ലോ ചെലവാക്കുന്നത്. നീ പെട്രോൾ അടിക്കാൻ കാശ് കൊടുക്കുന്നില്ലേ? കഴിഞ്ഞ വർഷം അതിന് പുതിയ ടയർ വാങ്ങിയിട്ടല്ലോ. അതിന് എത്ര പൈസ പോയത്? എന്നാ പിന്നെ സ്കൂട്ടറിന്റെ കാര്യം മാത്രം ആക്കണം മോനേട്ടാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നാരങ്ങ വെള്ളമോ കോടതി ക്യാൻറ്റീനിൽ നിന്ന് ചായയോ ഒക്കെ കുടിക്കാറുണ്ട്. അതിനൊക്കെ കണക്കോടെ വെക്കാം. കണക്ക് വെക്കണം. ഞാൻ ചെലവാക്കുന്ന ഓരോ പൈസക്ക് എനിക്ക് കണക്കുണ്ടല്ലോ. അങ്ങനെ കണക്കെഴുതി വെക്കുന്നത് കൊണ്ടാണ് നമുക്ക് എത്ര രൂപ ചെലവാകുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. എനക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ലല്ലോ. കയ്യിലുള്ള കാശ് തീരുന്നവരെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഞാനിപ്പോ എന്ത് ചെയ്യുന്നതാണ് മോഹനേട്ടൻ പറയുന്നത്? ഇന്നലെ ഗായത്രി ടെക്സ്റ്റൈൽസിൽ ചെലവായത് 1500 രൂപ. ഇന്ന് സ്കൂട്ടർ നന്നാക്കാനായി 650 രൂപ. അപ്പൊ പിന്നെ കാശ് എത്രയായി? 2150 രൂപ. ഇങ്ങനെ ദിവസവും വാരിക്കോരി ചെലവാക്കാനായിട്ട് പൈസ എവിടെ ഇരിക്കുന്നു? ഓ എന്റെ ഭഗവാനെ, ഇങ്ങനെയുണ്ടോ ഒടുക്കത്തെ പിശുക്ക്? ഞാൻ ഈ ചെലവാക്കിയ 2150 രൂപയുടെ കണക്ക് മോഹനേട്ടൻ പുറത്തിറങ്ങി പറഞ്ഞു നോക്ക്. ഒരാളും പറയില്ല അത് ദൂർത്താണെന്ന്. അല്ലേ? പിന്നെ ഇന്നലെ ചെലവാക്കിയ 1500 രൂപയും ഇന്ന് ചെലവാക്കാൻ പോകുന്ന 650 രൂപയും ഞാൻ ഈ അഡ്വക്കേറ്റ് സത്യഭാമ അധ്വാനിച്ചുണ്ടാക്കിയതാ. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം എങ്ങനെ ചെലവാക്കണമെന്ന് എനിക്കറിയാം. അതാരാ ഈ നേരത്ത്? ആരെങ്കിലും പൈസ വെച്ചതായിരിക്കും. ആവശ്യമുള്ള പൈസ ഉണ്ടല്ലോ. എന്റെ കയ്യിൽ എന്റെ ആവശ്യമുള്ള പൈസയേ ഉള്ളൂ. ഞാൻ പൈസ കൊടുക്കാനുള്ള ഒരാളും ഇങ്ങോട്ട് അന്വേഷിച്ചും വരില്ല. വെറുതെ തർക്കിച്ച് സമയം കളയാൻ നിൽക്കാതെ അതാരാണെന്ന് പോയി നോക്ക്. അതെ, ഷർട്ട് മുണ്ടും തയ്ച്ചറിഞ്ഞാ മതി. നമസ്കാരം സാർ. നമസ്കാരം. എന്താ മാധവൻ കൂടി രാവിലെ? കഴിഞ്ഞ മാസത്തെ കടയിലെ പറ്റിന്റെ കണക്കുമായിട്ട് വന്ന സാർ. ഇതാ, ഇന്ന് തീയതി 10. എല്ലാ മാസവും 1-ാം തീയതിയോ 2-ാം തീയതിയോ വന്ന് പൈസ വാങ്ങിക്കൊണ്ട് പോകണമെന്നല്ലേ ഞാൻ മാധവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്? ഞാൻ സ്ഥലത്തില്ലായിരുന്നു സാറേ, കുറച്ച് തിരക്കിലായിരുന്നു. പിന്നെ സാറിന്റെ പൈസ എനിക്ക് ബാങ്കിൽ കിടക്കുന്ന പോലെയല്ലേ, എപ്പോ വന്ന് ചോദിച്ചാലും കിട്ടും. അല്ല, 1950 രൂപ. ഒരു മാസം പലചരക്കടയിൽ 1950 രൂപയോ? ഇതെങ്ങനെ ശരിയാവും? സാധനങ്ങൾക്കൊക്കെ വില കൂടിയില്ലേ സാർ? പിന്നെ എന്നത്തേലും കൂടുതൽ സാധനങ്ങൾ വക്കീൽ വാങ്ങുകയും ചെയ്തു. കണക്ക് കൃത്യമാണ് സാർ. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കടയിൽ വന്ന് ബുക്ക് നോക്കാം. അവിടെ കാര്യം എന്തായാലും ഒരു മാസത്തേക്ക് 1950 രൂപ എന്ന് പറഞ്ഞാൽ ഞാൻ കോടി ചേരുന്നതല്ല. ഇത് വാങ്ങിയ സാധനങ്ങളുടെ ഒക്കെയാണ് സാർ. മാധവൻ പോയിക്കോളൂ. ഓഫീസിൽ പോകുന്ന വഴി ഞാൻ കട കയറിക്കോളാം. ഓ ശരി സാർ. എന്നാലും 1950 രൂപ വളരെ കൂടുതലാ. ഉം. ഇതെന്താണ് നീ കണ്ടോ? ഇതെന്താ?
പലചരക്ക് കടയിലെ മാധവൻ കുട്ടി കൊണ്ടുവന്ന് തന്നതാ. കഴിഞ്ഞ മാസത്തെ കടയിലെ പറ്റ്. ഇന്ന് 10-ാം തീയതി ആയില്ലേ? ഇപ്പോഴാണ് ഇത് കൊണ്ടുവരുന്നേ? കൊണ്ടുവരുന്ന സമയമല്ലല്ലോ പ്രശ്നം. എത്ര രൂപയാണ് പറ്റ് എന്ന് നിനക്കറിയാമോ? അതതിൽ എഴുതിയിട്ടില്ലേ? സാധാരണ കണക്കൂട്ട് എഴുതിയിട്ടാണല്ലോ അയാളത് കൊണ്ടുവരിക. കണക്ക് കൂട്ടി എഴുതി തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിൽ ആകെ പറ്റ് 1950 രൂപ. അതെങ്ങനെ വന്നു? അതാ ബില്ല് എഴുതിയിട്ടുണ്ടല്ലോ. എഴുതിണ്ടായില്ലല്ലോ. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 1950 രൂപ ചെലവാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? ഈ വീട്ടിൽ ആകെ ഉള്ളത് നമ്മൾ രണ്ടുപേരാണല്ലോ. 2 പേരുള്ള ഒരു വീട്ടിൽ പലചരക്കുകളിൽ നിന്ന് മാത്രം 1950 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങുന്നത് എന്തിനാണ്? വാങ്ങിയ സാധനങ്ങൾ ഇവിടെ ഉപയോഗിക്കാനായി വാങ്ങിയതാണ്. ഒന്നും ബാക്കിയോട്ടില്ല താനും. അപ്പൊ തന്നെ മനസ്സിലായില്ലേ വാങ്ങിയത് എന്തിനായിരുന്നു എന്ന്? ഒരു മാസം കൊണ്ട് 5 കിലോ പഞ്ചസാര നീ എന്ത് ചെയ്തു? പഞ്ചസാരാണോ തരുന്നത്? വെറുതെ വഴക്കുണ്ടാക്കാതൊന്ന് പോകുന്നുണ്ടോ മോനട്ടാ? ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയതാണല്ലോ ഈ കണക്കെടുപ്പ്. ഇതിനൊരു അവസാനമില്ലേ ടീച്ചറാ? ആ എങ്ങനെ പോയാ വലിയ താമസത്തിൽ അവസാനം ഉണ്ടാവും. ഭാമേ, സാധനങ്ങളുടെ വില ഓരോ ദിവസം തോറും കൂടി കൂടി വരികയാണ്. സാധനങ്ങളുടെ വില മാത്രമല്ല, എല്ലാ ചെലവും കൂടുകയാണ്. അങ്ങനെ ഉള്ളപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചിലവ് പരമാവധി കുറച്ച് വളരെ സൂക്ഷിച്ച് ജീവിക്കണം. പക്ഷെ നീ എന്താ കയ്യിൽ കിട്ടുന്ന കാശ് മുഴുവൻ അങ്ങ് ചെലവാക്കി തീർക്കും. ജനുവരി മാസത്തിൽ മാധവൻകുട്ടിയുടെ കടയിൽ ചെലവായത് 1680 രൂപ. അത് കൂടി 1950 രൂപ ആവുക എന്ന് പറഞ്ഞാല് 270 രൂപ കൂടിയതല്ലേ? പലചരക്കടയിൽ 270 രൂപ. അങ്ങനെ ഓരോ സ്ഥലത്തും ചെലവ് ഇങ്ങനെ കൂടിയാൽ നമ്മുടെ അവസ്ഥ എന്താവും? ഇന്ന് മുതല് ഓരോ പൈസയും വളരെ വളരെ സൂക്ഷിച്ച് ചെലവാക്കാവും. ആവശ്യമില്ലാത്ത ഒരു സാധനം വാങ്ങരുത്. പഞ്ചസാര കഴിഞ്ഞ മാസം 5 കിലോ വാങ്ങിയെങ്കിൽ ഈ മാസം അത് 3 കിലോ ആക്കണം. അതുപോലെ ഉപ്പ്, മുളക്, മറ്റു സാധനങ്ങളെല്ലാം കുറയ്ക്കണം. ആഴ്ചയില് 2 ദിവസം നീ നടന്നങ്ങ് പോയി കഴിഞ്ഞാൽ പെട്രോൾ ചെലവും കുറയ്ക്കാം. ഒരു 6 മാസത്തേക്ക് പുതിയ വസ്ത്രങ്ങളൊന്നും വാങ്ങാൻ നിൽക്കേണ്ട. കറണ്ട് ചാർജ് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കണം. ഈ ശ്വാസം ആവശ്യപോലെ വലിക്കാലോ അല്ലേ? അല്ല, ഓക്സിജൻ ഫ്രീ ആയിട്ട് കിട്ടുന്നല്ലേ? കുടുംബത്തിന് വേണ്ടി ഒരു നല്ല കാര്യം പറയുമ്പോൾ അത് കേട്ട് പഠിക്കാൻ ശ്രമിക്കുകയാണ് നല്ല ഭാര്യമാർ ചെയ്യാറുള്ളത്. പക്ഷെ നിന്നോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നീ ഒരു അഹങ്കാരിയാണ്. അടുത്ത ആൾ ഇനി ആര് വന്നാലും കൊടുക്കാൻ എന്റെ 10 പൈസയില്ല. ആരും നോക്ക്. ഞാനൊരു ജോലി ചെയ്തോണ്ടിരിക്കുന്നത് കാണുന്നില്ലേ മോനട്ടാ? അതാരാണ് നോക്കിയിട്ടുള്ള ജോലി മതി. ഇതൊരു കഷ്ടം നോക്കണേ. ആ സ്വിച്ച് നോക്കിയതരെ. ഇനി ബാക്കി കറണ്ടോടെ പോണ്ട. ആഹാ, പ്രഭാകരൻ ചേട്ടനോ? ഇതെന്താ ഈ വഴിക്ക്? ഞാൻ സത്യഭാമയെ ഒന്ന് കാണാൻ വന്നതാ. എന്താ ചേട്ടാ വിശേഷം? മോഹന്റെ കല്യാണോ? ആ, ഞാൻ കേട്ടിരുന്നു. വിദ്യയാണെന്ന് തോന്നുന്നു. വക്കീൽ ഓഫീസ് വെച്ച് പറഞ്ഞു. ഇന്നലെ വൈകിട്ട് ഞാൻ സത്യഭാമയെ കാണാൻ വക്കീലാഫീസിൽ വന്നിരുന്നു. ആഹാ. സത്യഭാമ നേരത്തെ പോയെന്ന് പറഞ്ഞു. ക്ഷണക്കത്ത് ഞാൻ മത്തായി ചേട്ടന്റെ കൈ കൊടുത്തിട്ടാ പോകുന്നത്. പിന്നെ ഇന്നിപ്പോ ഇതുവഴി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ തോന്നി ഇവിടെ കയറി സത്യഭാമയെ നേരിട്ട് കല്യാണം വിളിക്കാമെന്ന്. അല്ല, സാറില്ലേ? ആ, ഉണ്ട്. പ്രഭാകരന്റെ അകത്ത് കയറിയിരിക്കെ. ഞാൻ ചായ എടുക്കാം. ചായ കുടിക്കാനൊന്നും നേരമില്ല. ഒരുപാട് സ്ഥലത്ത് ഇനിയും പോകാനുണ്ട്. എല്ലാറ്റിനും ഞാൻ ഒരാളല്ലേ ഉള്ളൂ. മോനട്ടാ, ഒന്നിങ്ങ് വരുവോ? മോനട്ട നേരത്തെ പരിചയമുണ്ടോ? വില്ലേജ് ഓഫീസില് പല പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. സാറിന് എന്നെ അറിയാം. സാറിനെ കൂടി വിളിക്കാമല്ലോ എന്ന് ഓർത്താ ഞാൻ ഇങ്ങോട്ട് വന്നത്. മോഹനട്ടാ, ഇത് പ്രഭാകരൻ ചേട്ടൻ. കോടതിയുടെ അടുത്ത് ബുക്ക് സ്റ്റാൾ നടത്തുക. എന്നും രാവിലെ ഒരു 1/2 മണിക്കൂർ ഞാൻ ബുക്ക് സ്റ്റാളിൽ ഇരിക്കും. പുതിയ ആഴ്ച പതിവുകളൊക്കെ അവിടെ വെച്ചിട്ടാണ് ഞാൻ വായിക്കുന്നേ. ഞാൻ കഴിഞ്ഞ മാസം ഒരു പോക്കുവരവിന്റെ കാര്യത്തിന് സാറിനെ കാണാൻ വന്നിരുന്നു. സാർ അത് ശരിയാക്കി തരികയും ചെയ്തു. എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ മകന്റെ കല്യാണോ അടുത്ത 20-ാം തീയതി രാവിലെ 11-നും 12-നും ഇടയിലാണ് മുഹൂർത്തം. ടൗണിൽ നിന്ന് കിഴക്കോട്ട് പോകുമ്പോ ഇറിഗേഷൻ ഓഫീസ് കഴിഞ്ഞ് ഒരു കല്യാണ മണ്ഡപം ഇല്ലേ, അവിടെ വെച്ചാ. അത് ടൗണിൽ നിന്ന് 3-4 കിലോമീറ്റർ ഇല്ലേ? ഉണ്ട്.
ആ കുഴപ്പമില്ല, ഓട്ടോ ടാക്സി കിട്ടുമല്ലോ. സാറും സത്യഭാമയും വരണം. നിങ്ങളെപ്പോലുള്ളവർ വരുന്നതാണല്ലോ ഞങ്ങളെപ്പോലുള്ളവർക്കൊരു സന്തോഷം. അതാ, ഈ ഞാന് അന്ന് ഞങ്ങൾ രണ്ടുപേരും ഉറപ്പായിട്ടും വരും. അപ്പൊ ശരി പ്രഭാകരൻ ചേട്ടാ, രാവിലെ അടുക്കളയെ കുറച്ച് തിരക്കിലായിരുന്നു. ശരി. അപ്പോ ഞാൻ ഇറങ്ങട്ടെ സാറേ. അല്ല അവന് ഈ ടൗണിൽ നിന്ന് കല്യാണ മണ്ഡപത്തിലേക്ക് പോകുന്ന റൂട്ടിൽ ബസ്സൊന്നുമില്ലേ? 1-2 ഉണ്ടെന്ന് തോന്നുന്നു. വിശ്വസിക്കാൻ പറ്റില്ല സാറേ. ടാക്സി വിളിക്കുന്നതാ നല്ലത്. ആ അതെ, ഞാൻ വരാൻ സാധ്യതയില്ല. എനിക്കന്ന് ലീവില്ല. അന്ന് ഭയങ്കര തിരക്കായിരിക്കും ഞാൻ. 20-ാം തീയതി ഞായറാഴ്ച സാറേ. ആ ഞായറാഴ്ച വില്ലേജ് ഓഫീസിൽ എന്ത് തിരക്കാ സാറേ. അതെ. ആ എന്നാ ശരി. അപ്പോ ഞാൻ വരട്ടെ സാറേ. വരണ്ട, പോയാ മതി. വീട്ടു ചെലവ് കൂടുന്നു. ഇങ്ങനെ പോയാൽ നമ്മളെ പോലുള്ളവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് നീ ഇപ്പൊ എന്താ ചെയ്തത്? ഞാനെന്ത് ചെയ്തു? പ്രഭാകരൻ ചേട്ടന്റെ മകന്റെ കല്യാണത്തിന് ചെല്ലാം എന്ന് പറഞ്ഞ എന്തിനാണ്? അത് കൊള്ളാം. കല്യാണം വിളിക്കാൻ വരുന്ന ഒരാളോട് പിന്നെ നമ്മൾ വരില്ല എന്നാണോ പറയേണ്ടത്? വരാം എന്ന് നമ്മൾ പറയുമ്പോൾ അവർ നമ്മളെ പ്രതീക്ഷിക്കും. അവര് പ്രതീക്ഷിക്കട്ടെ, നമ്മള് കല്യാണത്തിന് പോകണുണ്ടല്ലോ. ഹാമേ, ഇക്കാലത്ത് ഒരു കല്യാണത്തിന് പോകാന്ന് പറഞ്ഞാൽ വലിയ ചെലവാണത്. പ്രത്യേകിച്ചും പ്രഭാകരൻ ചേട്ടന്റെ മകന്റെ കല്യാണം നടക്കുന്ന മണ്ഡപത്തിലേക്ക് ടൗണിൽ നിന്നും 3 കിലോമീറ്റർ ദൂരമുണ്ട്. ആ വഴിക്ക് ആകെ ഉള്ളത് 2-3 ബസ്സും. അവന് നമ്മൾ എങ്ങനെ പോകും? ഒരു ഓട്ടോ വിളിച്ചു പോണം. ശരിക്കും കാറ് വിളിച്ചിട്ടാണ് ചെല്ലേണ്ടത്. പക്ഷെ കാറ് വിളിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ ദൂർത്തോ 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 എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ അറിയാവുന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരു ഓട്ടോറിക്ഷ ഒതുക്കാം. ഞാൻ കഷ്ടപ്പെട്ട് ജോലി ഉണ്ടാക്കുന്ന പൈസ ഏതോ പ്രഭാകരൻ ചേട്ടന്റെ മകന്റെ കല്യാണത്തിന് വേണ്ടി ധൂർത്തടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഏതോ ഒരു പ്രഭാകരൻ ചേട്ടൻ അല്ലല്ലോ മോഹനേട്ടാ, എനിക്ക് വളരെയധികം പരിചയമുള്ള മോഹനേട്ടൻ ആളെ അറിയാം. അങ്ങനെ ഒരാൾ ഇവിടെ വന്ന് കല്യാണം വിളിക്കുമ്പോ വരില്ല എന്ന് പറയുന്നത് എങ്ങനെ മോഹനേട്ടാ? ആ കല്യാണത്തിന് എന്തായാലും പോയാൻ പറ്റും. പോകുമ്പോ നല്ല 1 ഒരു പ്രസന്റേഷൻ വാങ്ങിട്ട് പോണം. 5-10 രൂപയുടെ സാധനമല്ല, 1000 രൂപ വിലയുള്ളൊരു പ്രസന്റേഷൻ തന്നെ വാങ്ങിട്ട് പോണം. രൂപയോ? ഈ 1000 രൂപ എന്ന് പറയുന്നത് 5 രൂപയോ 10 രൂപയോ അല്ല, 1000 രൂപയാണ്. അത് പിന്നെ അങ്ങനെയല്ലേ? പ്രഭാകരൻ ചേട്ടൻ നമ്മുടെ ബന്ധുവൊന്നുമല്ല, ഒരു പരിചയക്കാരൻ. അയാളുടെ മകന്റെ കല്യാണത്തിന് 1000 രൂപയുടെ സമ്മാനം വാങ്ങിക്കൊടുക്കേണ്ട കാര്യമില്ല. ഇത് മാത്രമല്ല, ആ കല്യാണത്തിന് പോകേണ്ട കാര്യം പോലും നമുക്കില്ല. ഇതെന്ത് വർത്താനാ മോഹനേട്ടാ? കഴിഞ്ഞ 4-5 വർഷമായി ഞാൻ എല്ലാ ദിവസവും കാണുന്നതാണ് ആ പ്രഭാകരൻ ചേട്ടനെ. ഇതിനിടെ പുള്ളിക്കാരൻ ഒരു കേസ് ഞാൻ വാദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാൾ ഒരു കല്യാണം വിളിക്കുമ്പോൾ പോകാതിരിക്കുന്നത് എങ്ങനെയാ? ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. ഈ നാട്ടിലെ എല്ലാവർക്കും വേണ്ടപ്പെട്ടൊരാൾ. അവരുടെയൊക്കെ വീട്ടിൽ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ അവരെന്നെ ക്ഷണിക്കാറുമുണ്ട്. പക്ഷേ ഞാൻ ഉടനെ അങ്ങനെ വലിച്ചു കയറിയൊന്നും ചെല്ലാറില്ല. അങ്ങനെ വിളിക്കുന്നിടത്തൊക്കെ പോയാൽ ആർക്കും നമ്മളോട് ഒരു വിലയുണ്ടാവില്ല. കൊള്ളാം, ഇതൊരു പുതിയ ന്യായമാ. ഒരാൾ ഇവിടെ വന്നൊരു കല്യാണത്തിന് ക്ഷണിക്കുന്നു, നമ്മൾ പോകുന്നു. അതെങ്ങനെയാണ് മോഹനേട്ട ഈ വലിഞ്ഞു കയറി ചെല്ലാവുന്നത്? വഴിയെ പോകുമ്പോ ഒരു കല്യാണ വീട് കണ്ട് നമ്മൾ ചാടിക്കയറി ചെല്ലുന്നൊന്നുമല്ലോ. എന്നാലും അങ്ങനെ വിളിക്കുന്നിടത്തൊക്കെ പോയാൽ നമ്മുടെ വില അങ്ങ് പോവും. പലരും പല ചടങ്ങിനും വിളിച്ചിട്ടും പോകാതെ ചില പ്രത്യേക ചടങ്ങുകൾക്ക് മാത്രം നമ്മൾ ചെല്ലുമ്പോൾ ആൾക്കാർ പറയും, ഓയ്യോ മോഹനേട്ടൻ സാർ ഭാര്യന്തേ വന്നിരിക്കുന്നു. അല്ലാതെ സകല സ്ഥലത്തും വലിയ ചേരി ചാടിയൊക്കെ ചെന്നേറി അവര് പറയുന്നത് എന്താ അറിയാമോ? ഇങ്ങനെ വേറെ തൊഴിലൊന്നുമില്ലേ, സകല സ്ഥലത്ത് വലിയ ചേരി വന്നോളല്ലോ എന്ന്. ടൗണിൽ നിന്ന് പ്രഭാകരൻ ചേട്ടൻ ഇവിടം വരെ വന്ന് കല്യാണം വിളിച്ചത് നമ്മൾ ചെല്ലണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ? അങ്ങനെ ഒരു കല്യാണത്തിന് പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ പ്രഭാകരൻ ചേട്ടനെ കാണുമ്പോ ഞാൻ പിന്നെ എന്താ പറയാ? എന്തെങ്കിലും ന്യായം പറയണം. കല്യാണത്തിന് ചെല്ലാതിരിക്കാൻ ന്യായം പറയുന്നതിനാണോ പഞ്ഞം?
അങ്ങനെ പറയണമായിരുന്നു. ഈ പ്രഭാരം ചേട്ടൻ ഇവിടെ വന്നപ്പോ പറയണ്ടായിരുന്നു. കല്യാണത്തിന് ചെല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ ചെല്ലാതിരിക്കാൻ പറ്റുമോ? ആ ഇന്ന് പ്രഭാകരൻ ചേട്ടൻ വന്ന് കല്യാണത്തിന് ക്ഷണിച്ചിട്ട് പോയതിനു ശേഷം പെട്ടെന്നുണ്ടായ ഒരു അത്യാവശ്യം പറഞ്ഞാൽ മതി. എന്താ അത്യാവശ്യം? ആയിരക്കണക്കിന് ആവശ്യങ്ങളില്ലേ ഭാമയ മനുഷ്യന്, അതിലേതെങ്കിലും ഒരെണ്ണം പറയണം. എന്തായാലും ഈ കല്യാണത്തിന് പോയിട്ട് എന്റെ വില കളയാൻ ഞാൻ തയ്യാറല്ല. കല്യാണത്തിന് പോയാൽ കളയുന്നത് വിലയല്ലല്ലോ, കാശാണല്ലോ. കാശ് ചെലവാക്കുന്ന പേടി കൊണ്ട് മാത്രമാണ് മോഹനേട്ടൻ ഈ അടവല്ല എടുക്കുന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എന്തായാലും കല്യാണത്തിന് പോവുകയും നല്ലൊരു പ്രസന്റേഷൻ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും. ഈശ്വര, ഒരു പ്രയോജനമില്ലാതെ 1000 രൂപയൊക്കെ ചെലവാക്കാന്ന് പറഞ്ഞാല് ഇതെങ്ങനെങ്കിലും മുടക്കിയേ പറ്റൂ. ഉൽപ്പലാക്ഷൻ ചേട്ടനല്ലേ അത്? ഇതെന്താ ഈ വഴിക്ക്? വാടക 1-ാം തീയതി കൊടുത്താണല്ലോ. ദാ, 1-ാം തീയതി ആയിട്ട് എന്റെ കാര്യം ഞാൻ കൃത്യമായി ചെയ്യുന്നുണ്ട്. കൈയോടെ പിടിച്ചോളൂ. ഞാൻ മോഹനകൃഷ്ണ സാറിനെ കാണാൻ അടുത്ത ദിവസം തന്നെ വീട്ടിലേക്ക് വരുന്നുണ്ട്. മകളുടെ കല്യാണമാണ്. കല്യാണോ? സത്യം പറഞ്ഞ ആദ്യം വിളിക്കേണ്ടത് മോഹനകൃഷ്ണ സാറിനെയാണല്ലോ. എന്നാലും വഴിക്ക് വെച്ച് ക്ഷണിക്കുന്നത് മര്യാദയുടെ ആയതുകൊണ്ട് അടുത്ത ആഴ്ച ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പോ വക്കീലിനെ കാണാമല്ലോ. അയ്യോ, ഈ കല്യാണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ആള് സാറ് തന്നെയാണ്. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഈശ്വര, അടുത്ത കല്യാണ വിളിയ. ഇങ്ങനെ ആളുകൾ കല്യാണം വിളിക്കാൻ തുടങ്ങി ഞാൻ കുത്തുവള എടുക്കും. പിടികൊടുക്കാതിരിക്കുന്നതാണ് ബുദ്ധി. ഒരു പ്രശ്നമുണ്ട്. എന്താ? ഉൽപ്പലാക്ഷൻ ചേട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്, ഞാൻ ഇവിടെ വിളിച്ചിരിക്കാം. ഈ മാസം വാടക നമ്മൾ കൊടുത്തതല്ലേ? വാടകയല്ലല്ലോ പ്രശ്നം, കല്യാണമല്ലേ? കല്യാണം ആരുടെ? ഉൽപ്പലാക്ഷൻ ചേട്ടന്റെ മകളുടെ കല്യാണം വിളിക്കാനുള്ള വരവാണിത്. കഴിഞ്ഞ ആഴ്ച എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞു വരുമ്പോ നമ്മുടെ വീട്ടുടമസ്ഥനാണല്ലോ. കല്യാണത്തിന് പോയാൽ കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. എന്റെ കയ്യിലാണെങ്കിൽ ചെലവാക്കാൻ ആവശ്യമില്ലല്ലോ. എന്തൊരു വൃത്തിയുടെ ഈ പറയുന്നത്. നമ്മൾ ആ മനുഷ്യന്റെ വീട് വാടകയ്ക്ക് ഇങ്ങനെ താമസിക്കുമ്പോ അയാളുടെ മോളുടെ കല്യാണത്തിന് പോകാതിരിക്കുന്നത് എങ്ങനെയാ? നാട്ടുകാർ പിന്നെ എന്താ പറയുക? നാട്ടുകാരെന്തു പറഞ്ഞാലും വെറുതെ കളയാൻ എന്റെ കൈ കാശില്ല. നീ പോയി ഞാൻ ഇവിടെ ഇരുന്ന് പറയാം. മോഹനേട്ടൻ എവിടെ പോയി പറയും? എവിടെയെങ്കിലും പോയി കല്യാണം കഴിച്ചിട്ട് വരും പറഞ്ഞാൽ മതി. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല മോനേട്ടാ. മോഹനേട്ടൻ ആഫീസിലും ഉൽപ്പലാക്ഷൻ ചേട്ടൻ അവിടെ വന്നാലോ? അപ്പൊ പിന്നെ ആ നാക്കടാവില്ലേ? എന്തായാലും ഇപ്പൊ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറയാം. കല്യാണം വിളിക്കുമ്പോ ഞാൻ അടുത്തുണ്ടെങ്കിൽ എനിക്ക് ചെല്ലാമെന്ന് സമ്മതിക്കേണ്ടി വരും. നിന്നോട് കല്യാണക്കാര്യം പറഞ്ഞിട്ട് പോയാ പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോ അയ്യോ കല്യാണത്തിന് വരാൻ പറ്റില്ല, ഭയങ്കര തിരക്കായിരുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ചെല്ലുമാമേ, ഞാൻ കുളിക്കുകയാണ്, 1 മണിക്കൂർ എടുക്കും കുളിച്ച് കഴിയാനെന്ന് പറഞ്ഞേക്ക്. 1 മണിക്കൂറൊക്കെ എടുത്ത് കുളിക്കാനുണ്ട്. പറയുന്ന കേക്ക്. കല്യാണം വിളിച്ച് തീയതി പറയുന്ന പാടെ അന്നത്തെ ദിവസം എന്തെങ്കിലും അസൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെന്ന് പറഞ്ഞാലും മതി. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അത് തന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇതിനൊക്കെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ പറയുന്ന അനുസരിക്കാൻ പഠിക്കേ. ഇതാരും ഉൽപ്പലാക്ഷൻ ചേട്ടനോ? ഇതെന്താ പതിവില്ലാതെ ഈ വഴിക്ക്? ഒരു സന്തോഷ വർത്തമാനമായിട്ട് വന്നതാണ് വക്കീലെ. മോളുടെ കല്യാണക്കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, അത് ഉറപ്പിച്ച്. ഓ, വാടക തന്നപ്പോ ഞാൻ മോഹനകൃഷ്ണ സാറിനോട് പറഞ്ഞാണല്ലോ. സാറ് പറഞ്ഞില്ലായിരുന്നോ? അത് മോഹനേട്ടൻ മറന്നെന്ന് തോന്നുന്നു. മോഹനേട്ടാ, ഉൽപ്പലാക്ഷൻ ചേട്ടൻ പോയി കാണും.
എന്തായാലും ഉൽപ്പലാക്ഷ ചേട്ടന്റെ ഭാരമല്ല ഒഴിഞ്ഞല്ലോ. മക്കളുടെ എല്ലാം കല്യാണം ഇതോടെ കഴിഞ്ഞു. ഇനി ഉൽപ്പലാക്ഷ ചേട്ടന് സ്വസ്ഥമായിട്ട് വെറുതെ ഇരിക്കാലോ. മക്കളെ കെട്ടിച്ചു വിടുന്നോണ്ട് മാത്രം നമ്മുടെ ഉത്തരവാദിത്വം തീരല്ലോ വക്കീലെ. പിന്നെയും ചെലവോട് ബാക്കി കിടക്കുകയല്ലേ. നമുക്കൊന്നും ഒരിക്കലും സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റില്ല. അതൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. അയ്യോ, ഇതാരാ? ഉൽപ്പലാക്ഷൻ ചേട്ടനോ? എന്താ ചേട്ടാ ഈ നേരത്തെ? ഉൽപ്പലാക്ഷൻ ചേട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വാടക 1-ാം തീയതി തന്നെ തന്നതാണല്ലോ. വാടക തന്നപ്പോ ഞാനൊരു കല്യാണക്കാരൻ സൂചിപ്പിച്ചിരുന്നു. സാറത് മറന്നുപോയോ? കല്യാണോ? ഓ ശരിയാണ്, ഉൽപ്പലാക്ഷൻ ചേട്ടന്റെ മകളുടെ കല്യാണം. അതെ, അതെ. സത്യം പറഞ്ഞാൽ ഞാനതങ്ങ് മറന്നുപോയി. എനിക്ക് ഭയങ്കര തിരക്കാണല്ലോ. മറന്നുപോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അല്ല, എന്നായിരുന്നു കല്യാണം? കല്യാണം എല്ലാം ഭംഗിയായി കഴിഞ്ഞല്ലോ. എന്റെ മോനടാ, കല്യാണം വിളിക്കാൻ ഒരാൾ വരുന്നത് കല്യാണം കഴിഞ്ഞിട്ടാണോ? അല്ലേ? കല്യാണം ഈ മാസം 20-ാം തീയതി. ഞായറാഴ്ച ആയതുകൊണ്ട് സാറിന് പ്രയാസം ഉണ്ടാവില്ലല്ലോ. ഞായറാഴ്ച? എന്താ സാറേ? 20-ാം തീയതി ഞായറാഴ്ചയാണ്. എനിക്ക് ആഫീസിലെന്ന് ഉൽപ്പലാക്ഷൻ ചേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ അന്ന് കല്യാണം തരാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾക്ക് വേറൊരു കല്യാണം ചെയ്യാൻ സമ്മതിച്ചു പോയി. കല്യാണോ? ഈ സത്യം പറയാലോ ഉൽപ്പലാക്ഷൻ ചേട്ടാ, ഞങ്ങൾക്ക് ഒരു തരത്തിലും ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കല്യാണമുണ്ട്. ആ കല്യാണത്തിലാണ് ഞങ്ങൾ വാക്ക് കൊടുത്തു പോയി. പറഞ്ഞു കൊടുക്ക്. നമുക്ക് പ്രഭാകരൻ ചേട്ടന്റെ മകന്റെ കല്യാണത്തിന് പോണ്ടേ? കേട്ടോ ഉൽപ്പലാക്ഷൻ ചേട്ടാ, ടൗണില് കോടതിയുടെ അടുത്ത് ബുക്ക് സ്റ്റാൾ നടത്തുന്ന ആളാണ് പ്രഭാകരൻ ചേട്ടൻ. എന്റെ ഭാമയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ. പ്രഭാകരൻ ചേട്ടന്റെ ഒരുപാട് കുറെ കേസുകൾ എന്റെ ഭാമ ബാധിച്ചിട്ടുണ്ട്. കല്യാണം തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ പ്രഭാകരൻ ചേട്ടൻ പറഞ്ഞിട്ടുള്ളതാ, മോഹനന്റെ സാറും സത്യഭാമയും കല്യാണത്തിന് വന്നേ പറ്റൂ എന്ന്. ഓ, സത്യം പറയാലോ ഉൽപ്പലാക്ഷൻ ചേട്ടാ, ഈ പ്രഭാകരൻ ചേട്ടൻ ഞായറാഴ്ച 20-ാം തീയതി കല്യാണം തീരുമാനിച്ചതിന് എന്റെ മാത്രം സൗകര്യം കണക്കാക്കില്ല. അത് ശരി. മോഹനന്റെ സാറില്ലാതെ ഞങ്ങളുടെ ഇവിടെ എന്താ ആഘോഷം എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചോണ്ടിരിക്കുക. ഉൽപ്പലാക്ഷൻ ചേട്ടൻ വേറൊന്നും വിചാരിക്കരുത്. ഈ പ്രഭാകരൻ ചേട്ടന്റെ വീട്ടിലെ കല്യാണത്തിന് പോയില്ലെങ്കിൽ ഈ ഭാമ പിന്നെ എനിക്ക് സ്വൈര്യം തരില്ല. എത്രയായാലും കുടുംബത്തിലെ സമാധാനമാണല്ലോ നമുക്ക് വലുത്. നീ പറയണ്ട, ഇപ്പൊ നീ പറയും ഉൽപ്പലാക്ഷൻ ചേട്ടൻ നമ്മുടെ വീട്ടുടമസ്ഥനാണ്, അപ്പോ ആ കല്യാണത്തിന് അല്ലേ പോകേണ്ടത് എന്ന്. പക്ഷേ ഉൽപ്പലാക്ഷൻ ചേട്ടൻ പോയി കഴിയുമ്പോ ഇവിടെ വാക്ക് മാറ്റി പറയും. അല്ലെങ്കിലും പെണ്ണുങ്ങൾ ഇങ്ങനെയാണല്ലോ ഉൽപ്പലാക്ഷൻ ചേട്ടാ. തക്കം പോൽ പറയാനുള്ള സാമർഥ്യത്തെ തൽക്കാലം നമുക്ക് സ്ത്രീ എന്ന് വിളിക്കാം എന്നാണല്ലോ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള സാർ എഴുതിയിരിക്കുന്നത്. പിന്നെ പറയുമ്പോ എല്ലാം പറയണല്ലോ ഉൽപ്പലാക്ഷൻ ചേട്ടാ. പ്രഭാകരൻ ചേട്ടന്റെ മകന്റെ കല്യാണത്തിന് സമ്മാനം കൊടുക്കാനായിട്ട് 2500 രൂപയുടെ സമ്മാനമാണ് ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത്. അത്രയും വലിയ സമ്മാനം കൊടുക്കണമെങ്കിൽ ഞങ്ങളും പ്രഭാകരൻ ചേട്ടനും തമ്മിലൊരു അടുപ്പം എന്താണെന്ന് ഉൽപ്പലാക്ഷൻ ചേട്ടന് മനസ്സിലായി കാണുമല്ലോ. സത്യം പറയാലോ സാറേ, നിങ്ങൾ തമ്മിൽ ഇത്ര അടുപ്പമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പ്രഭാകരൻ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടുമില്ല. പ്രഭാകരന്റെ മോൻ കല്യാണം കഴിക്കുന്നത് എന്റെ മോളെയാണ്. രണ്ടും ഒരു കല്യാണോ സാറേ? അപ്പൊ ഇനി സാറിനെ പ്രത്യേകം ക്ഷണിക്കേണ്ട കാര്യമില്ല. എന്തായാലും എനിക്ക് സമാധാനമായി. എനിക്ക് വീട്ടിൽ ചെന്ന് ഞാൻ മോളോട് പ്രത്യേകം പറയും, എന്തോന്ന് മോനേഷ് സാറ് 2500 രൂപയുടെ സമ്മാനമായിട്ടാണ് വരുന്നതെന്ന്. ഞാൻ വരൂല. അപ്പോ ഞാൻ വരട്ടെ സാറേ. ശരി ശരി. എന്നാ. അഫീസറെ, 1000 രൂപയുടെ ഒരു സമ്മാനത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മോഹനട്ടൻ അത് പറഞ്ഞ് 2500 രൂപയാക്കി. ഇനിയിപ്പോ മോഹനട്ടൻ വാങ്ങിക്കൊണ്ട് ചെല്ലുന്ന അവര് പ്രത്യേകം നോക്കും. നിനക്ക് പറഞ്ഞോ 2 കല്യാണമാണെന്ന്? അതിനുള്ള സമയം എനിക്ക് തന്നില്ലല്ലോ.
മോഹനേട്ടന്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഇടം വല്ല നോക്കാതെ അങ്ങ് എടുത്ത് ചാടുകയാണല്ലോ. അത് ഞാൻ എന്ത് ചെയ്യാനാണ്? ഇന്നലെ വിദ്യയുടെ കൂടെ ഗായത്രി ടെക്സ്റ്റൈൽസിൽ പോയത് കൊണ്ട് 1500 രൂപ പോയി എന്ന് ഞാൻ പറഞ്ഞു പോയതിന്റെ പേരിലല്ലേ ഈ ബഹളം മുഴുവൻ ഉണ്ടാക്കിയത്. ആ 1500 രൂപ കൊടുത്ത് ഞാൻ എന്താ വാങ്ങിയെന്ന് മോനോട് ചോദിച്ചു. സാരി അല്ല എന്താ? ഓ അല്ല, ഞാൻ വാങ്ങിയത് മോഹനേട്ടന് ഒരു ഷർട്ട് മുണ്ടുവാണ്. വൈകിട്ട് ഓഫീസിൽ നിന്ന് വരുമ്പോ താമരാശൻ തയ്യക്കട കയറിയിട്ടുണ്ടെങ്കിൽ സംഭവം കിട്ടും. അത് നീ പറഞ്ഞില്ലല്ലോ. അയ്യോ, ഭർത്താവിന് സ്നേഹപൂർവ്വം ഒരു ഷർട്ട് മുണ്ട് വാങ്ങിയതിന്റെ പേരില് ഇമാതിരി ചീത്ത കേട്ടാ ഞാൻ പിന്നെ എന്ത് പറയണായിരുന്നു? മോഹനേട്ടൻ എവിടം വരെ പോകുന്നറിയാൻ വേണ്ടി കാത്തിരുന്നതല്ലേ. എന്നാലും 2500 രൂപ. ഓച്ചോ, അത് പോയി. ഉറപ്പായിട്ടും പോയി. അയ്യോ ഈശ്വര, അയ്യോ എന്തു പറഞ്ഞോ? 2500 രൂപ. ഓച്ചോ, സാരമില്ല, പോട്ടെ. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടിട്ടുണ്ടായൊരു ഇണ്ടൽവത മിണ്ടാവതുണ്ടോ എന്ന് കവി പാടിയത് സാക്ഷാൽ ഈശ്വരനെ പറ്റിയാണ്. പക്ഷേ ഇവിടെ ഒന്നായ ഒരു കല്യാണത്തെ രണ്ടായി കണ്ട് പുലിവാൽ പിടിക്കുകയായിരുന്നു വില്ലേജ് ഓഫീസർ. പോയിപ്പോയ 2500 രൂപയെ പറ്റി ഓർത്ത് ഇനി സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് മോഹനകൃഷ്ണനെ ഓർമ്മിപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യനുസാരം